Good morning, everyone. Good morning. Good morning, ma'am. Yeah, okay. Any class with the expressions are clear? I know. Yeah. Good morning, Ablash. Any class with the expressions are clear? I know. All our comments layo. എന്താണ് റെസ്പോൺസ് ഒന്നും ഇല്ലാത്ത എന്താണ് മനസ്സിലായോ ഇല്ലെങ്കിൽ എന്ന് പറയൂ ക്ലിയർ ചെയ്ത് തരാം ക്ലിയർ ആണോ ഒരുവിധം ക്ലിയർ ആണ് ഓക്കെ എക്സാമ്പിൾസ് ഒക്കെ മേക്ക് ചെയ്തോ അങ്ങനെ എക്സാമ്പിൾസ് നമ്മൾ സ്വയം മേക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആവും ഓക്കെ ഓക്കെ നിഷ അപ്പോ എക്സ്പ്രഷന്റെ കണ്ടിന്യൂഷൻ ആണെന്ന് ഓക്കെ എഴുതിക്കോളൂ നമ്മൾ ഹാവ് ടു പറഞ്ഞു then എന്താണ് നമ്മൾ ഇവിടെ വരെ എഴുതിയെന്ന് പറയാമോ ഹാസ് ടു ഹാവ് ടു ഇതെല്ലാം കംപ്ലീറ്റ് ആയി I think going to Has to have to പഠിച്ചില്ലല്ലോ ഇല്ല going to എഴുതത്തുള്ളൂ അല്ലേ അതെ അപ്പൊ നെക്സ്റ്റ് ഹാസ് ടു എഴുതാം has to structure വരുന്നത് subject plus has to plus v1 subject plus has to plus v1 ഓക്കെ ഇതിന്റെ മീനിങ് വരുന്നത് നമുക്ക് ഒരു സാഹചര്യത്തിന് സമ്മർദ്ദത്താൽ ചെയ്യേണ്ടതുണ്ട് അവൾക്ക് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് മനസ്സിലായോ ദെൻ അങ്ങനത്തെ ഒരു കാര്യം അവൾക്ക് അവിടെ പോകേണ്ടതുണ്ട് അവൾക്കത് ചെയ്യേണ്ടതുണ്ട് ആ ഒരു മീനിങ്ങിലാ വരാം ഓക്കെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് എക്സാമ്പിൾ എഴുതാം ഷി ഹാസ് ടു സ്റ്റഡി അലോട്ട് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റിന് കൂടെയാണ് സോ സിംഗിൾ സബ്ജക്ട് മാത്രമാണ് വരാം അതായത് ഹി ഷീ എവരിബഡി ഈ ഇത്രയും സബ്ജക്റ്റ് ആണ് നമ്മൾ ഹാസിന്റെ കൂടെ വരാം അല്ലെ സോ ഷി ഹാസ് ടു സ്റ്റഡി അലോട്ട് എന്ന് പറയുമ്പോൾ അവൾക്ക് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് ഓക്കെ അവൾക്ക് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് അപ്പൊ ഈ സെയിം ഈ സ്ട്രക്ചർ വെച്ചിട്ട് എക്സാമ്പിൾസ് മേക്ക് ചെയ്യാം ഓക്കെ ഇപ്പൊ ഷി ഹാസ് ടു സ്റ്റഡി അലോട്ട് എന്ന് പറയുന്ന സെന്റൻസിന്റെ നെഗറ്റീവ് ഫോം നോക്കാം ഓക്കെ നെഗറ്റീവ് ഫോം എന്താ വരാം ഷി ഡസന്റ് എന്താ വരാം പറയൂ ഷി ഡസന്റ് ആൻസർ ഹാവ് doesn't have doesn't have she doesn't have to study a lot അവൾക്ക് ഒരുപാട് പഠിക്കേണ്ടതില്ല നെഗറ്റീവ് ആണ് she doesn't have to study a lot നമ്മൾ ഏതൊരു സെന്റൻസിന്റെയും ഏതൊരു പോസിറ്റീവ് സെന്റൻസും നമ്മൾ അതിന്റെ നെഗറ്റീവും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ച് മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലുവൻസി കിട്ടുള്ളൂ ഓക്കെ അപ്പോ ഷി ഹാസ് ടു സ്റ്റഡി അലോട്ട് എന്ന് പറയുന്ന സെന്റൻസിന് നെഗറ്റീവ് ആണ് ഷി ഡസന്റ് ഹാവ് ടു സ്റ്റഡി അലോട്ട് ഓക്കെ ഇനി അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാം പറയൂ സബീന doesn't she have to study a lot അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഓക്കെ doesn't she have to study a lot എന്ന് പറയുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാം പോസിറ്റീവ് ക്വസ്റ്റ്യൻ does she have to study a lot does she have to study a lot positive question negative question doesn't she have to study a lot okay ഇവിടെ എന്താണ് she doesn't have അതിനുശേഷം വന്നത് has അല്ല have ആണ് അത് എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തുകൊണ്ടാണ് അവിടെ have വന്നത് ഡൗട്ട് ഉണ്ടോ okay she doesn't have to study a lot ഇവിടെ she has to study a lot എന്ന് പറയുന്ന സെന്റൻസിൽ നമുക്ക് അവിടെ ഡസോ ഒന്നുമില്ല ഓക്കെ പക്ഷെ സെക്കൻഡ് നമ്മൾ നെഗറ്റീവ് പറയുമ്പോ she has to study a lot എന്ന് പറയുന്ന സെന്റൻസ്
നോക്കുമ്പോ എന്താണ് അത്? എന്താണ്? ഷീ ആണ്. ഷീയുടെ കൂടെ വരേണ്ട ഏത് ഡു ഡാസ് ഡിഡ് എന്ന് പറയും അല്ലെ. അപ്പൊ നമ്മള് സിംഗുലർ സബ്ജക്റ്റിന് കൂടെ വരേണ്ടത് ഡസ് ആണ് അല്ലെ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഡസ് വേണം. സോ അവിടെ ഡസ് വന്നത് കൊണ്ടാണ് ഹാസ് ഇല്ലാത്തത്. ഓക്കെ, കാരണം ഓൾറെഡി അത് സിംഗുലർ സബ്ജക്റ്റിനെ കൂടെ നമ്മൾ ഡസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെയും നമുക്ക് അതിന്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് ആണെന്നും പറഞ്ഞ് ഹാസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഷീ ഡസൻറ്റ് അതിനുശേഷം നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യാൻ. ഓക്കെ, ഏതൊരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, അപ്പൊ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എങ്ങനെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും കൂടെയാണ് ഹാസ് വരാം. സോ സിംഗുലർ സബ്ജക്റ്റിനും കൂടി ഈ ഡസ് വന്നാല് പിന്നീട് വരേണ്ടത് ഒരിക്കലും ഹാസ് അല്ല, ഹാവ് ആണ് വരാൻ. അതുകൊണ്ടാണ് ഇവിടെയും നമ്മൾ ഹാവ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിംഗുലർ സബ്ജക്റ്റിന് കൂടെ എവിടെയെങ്കിലും ഡസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാവ് ആണ്, നോട്ട് ഹാസ്. ഓക്കെ, അപ്പൊ ഷീ ഡസൻറ്റ് ഹാവ് ടു സ്റ്റഡി എ ലോട്ട് എന്ന് വന്നത് അതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അവൾക്ക് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്, അവൾക്ക് ഒരുപാട് പഠിക്കേണ്ടതില്ല, അവൾക്ക് ഒരുപാട് പഠിക്കേണ്ടതുണ്ടോ, അവൾക്ക് ഒരുപാട് പഠിക്കേണ്ടതില്ലേ? ഇങ്ങനെയാണ് ഈ 4 സെന്റൻസിന്റെ മീനിങ് വരാം. She has to study a lot. She doesn't have to study a lot. Does she have to study a lot? Doesn't she have to study a lot? Okay, clear ആണല്ലോ? ഇത് വെച്ചിട്ട് വേറെയും എക്സാമ്പിൾസ് മേക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഹാസ് ടു പ്ലസ് E1. ഫോർ എക്സാമ്പിൾ ഇത് പറഞ്ഞു നോക്കിയ എല്ലാവരും. സബീന, അഞ്ജലി, നിഷ, ഷമീന, രോഹൻ, സിനേഷ്, ശ്രീകുട്ടി, ഇത്രയും പേരുണ്ട് ക്ലാസ്സില്. സോ ഒന്ന് എക്സാമ്പിൾ ഒന്ന് മേക്ക് ചെയ്ത് നോക്കിയേ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട്. He has to work hard. Yeah, he has to work hard. He doesn't have to work hard. Does he have to work hard? Negative question? Doesn't he have to work hard? Yeah, doesn't he have to work hard? Correct ആണ്. ഇനി എക്സാമ്പിൾ പറയൂ. സിനേഷ്, എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു നോക്കി. Madam, he has to write a letter. Yeah. Next, does he have to write a letter? No. He Have. no. അതിന് അത് നടക്ക് എന്താ? Has. No, does വരണ്ടേ? He doesn't have to write a letter എന്നല്ല. He doesn't. അപ്പോ സിനേഷ് പറഞ്ഞ എക്സാമ്പിൾ he has to write a letter. It's a positive sentence. ഇനി നെഗറ്റീവ് സെന്റൻസ് ഒന്ന് പറഞ്ഞേ. doesn't he have to write a letter? Yeah, അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. Okay, he doesn't have to write a letter. അത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിക്കൂ. Does he have to write a letter? Yeah, correct. Yeah, clear ആണ്. Okay. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ പറയൂ, എല്ലാവരും പറയൂ. നിഷ ഇത് പറഞ്ഞു നോക്കി. പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എക്സ്പ്രഷൻ ചെയ്താ ഹാവ് ടു. ഹാസ് ടു നമ്മൾ പറഞ്ഞു, ഇനി ഹാവ് ടു സെയിം മീനിങ് തന്നെയാണ്. ഹാവ് ടു സെയിം മീനിങ് തന്നെ. ഹാസ് ടു പറഞ്ഞ പോലെ തന്നെയാണ്, അതും ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കണം. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാവ് ടു പ്ലസ് V1. ഓക്കെ, സബ്ജക്ട് പ്ലസ് ഹാവ് ടു പ്ലസ് V1 എന്നായിരിക്കണം വരാം. ഇവിടെ നമ്മള് ഹാസ് ടു ഇവിടെ നമ്മള് കഴിഞ്ഞ ഹാസ് ടു നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആണ് യൂസ് ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ഇതിന് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ?
പറയൂ, ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇല്ല. ഓക്കെ. അപ്പോ ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുക. ഹാവിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ എക്സാമ്പിൾ വരാം എന്ന് പറഞ്ഞേ. We have to go. We have to go there. We have to go there. ഓക്കെ, അവിടെ പോകേണ്ടതുണ്ട്. ഓക്കെ, ഇനി നെഗറ്റീവും പോസിറ്റീവ് ക്വസ്റ്റ്യനും ഒക്കെ പറഞ്ഞു നോക്കി. ഓക്കെ, നിഷയ്ക്ക് ഏതാണ് മനസ്സിലാവാത്തെ? ഹാസ് ടു ആണോ ഹാവ് ടു ആണോ? രണ്ടും ആണല്ലെങ്കിൽ ഹാവ് ടു. ഓക്കെ നിഷ, ഇപ്പോ ഹാസ് ടു നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് അല്ലെ? ഹി ഷീ ഇറ്റ് എവരിബഡിയുടെ കൂടെയാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഹാവും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുക. ഐ, യു, വി, ദേ ഇത്രയും സബ്ജക്റ്റിന്റെ കൂടെ മാത്രമേ നമ്മൾ ഹാവ് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാവ് ടു പ്ലസ് V1 ആണ്. അപ്പോ ഹാവ് യൂസ് ചെയ്യേണ്ട സബ്ജക്ട് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു അല്ലെ? ഇനി ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് എക്സാമ്പിൾ പറഞ്ഞു. സിനീഷ് പറഞ്ഞ പോലെ യു ഹാവ് ടു ഗോ ദേർ, യു ഹാവ് ടു ഗോ ദേർ എന്ന് പറഞ്ഞ് നീ അവിടെ പോകേണ്ടതുണ്ട്. ഹാവ് ടു യൂസ് വിത്ത് പ്ലൂറൽ സബ്ജക്ട്. ഓക്കെ, അപ്പോ യു ഹാവ് ടു ഗോ ദേർ എന്ന് പറയുമ്പോൾ നീ എവിടെ പോകേണ്ടതുണ്ട്. അതിന് നെഗറ്റീവ് എന്ന് പറയും. നമ്മള് സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ ഡസ് യൂസ് ചെയ്തെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആയ ഐ, യു, വിതയുടെ കൂടെ നമ്മൾ ഏതാ യൂസ് ചെയ്യാം? ഡു ആ യൂസ് ചെയ്യാം. അപ്പൊ സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ ഡസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു ആണ് യൂസ് ചെയ്യാം. അപ്പൊ യു ഹാവ് ടു ഗോ ദേർ എന്ന് പറയുന്ന സെന്റൻസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ എടുക്കാം. പോസിറ്റീവ് ക്വസ്റ്റ്യൻ അല്ല, നെഗറ്റീവ് എടുക്കാം. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ പറയാ? യു ഡോണ്ട് ഹാവ് ടു ഗോ ദേർ, നീ അവിടെ പോകേണ്ടതില്ല. യു ഡോണ്ട് ഹാവ് ടു ഗോ ദേർ. ഇവിടെ യു ഡോണ്ട് കഴിഞ്ഞിട്ട് ഹാവ് തന്നെയാണ് വരാം കേട്ടോ. ഇവിടെ വേറെ ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ യു ഡോണ്ട് ഹാവ് ടു ഗോ ദേർ. ക്വസ്റ്റ്യൻ എന്താ? ഡു യു ഹാവ് ടു ഗോ ദേർ എന്ന് ചോദിക്കാം. ഡു യു ഹാവ് ടു ഗോ ദേർ. നെക്സ്റ്റ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഡോണ്ട് യു ഹാവ് ടു ഗോ ദേർ. ഓക്കെ, നിങ്ങൾ ആ പാറ്റേൺ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. നമുക്ക് ആ പാറ്റേൺ കാണുമ്പോൾ ക്ലിയർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അതിൽ പഠിക്കേണ്ടതുള്ളൂ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയും ഏതാണ് യൂസ് ചെയ്യുക? ഹാസ് ആണോ ഹാവ് ആണോ ഡു ആണോ ഡസ് ആണോ? ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഇത് 4 നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാൽ മാത്രം മതി. സോ ക്ലിയർ ആണോ നിഷ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, നിഷിനെ ഞാൻ പെർട്ടിക്കുലർലി വിളിക്കുന്നത് നിഷയ്ക്ക് ഡൗട്ട് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ എല്ലാവർക്കും അത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയിപ്പോ അധികം നിങ്ങളുടെ കോഴ്സ് തീരാനെങ്കിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മാക്സിമം എന്തുണ്ടെങ്കിലും ചോദിക്കാം. എന്ത് ഡൗട്ട്, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. കാരണം നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഓക്കെ, ആ ഡൗട്ട് വെച്ചൊരിക്കലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകരുത്. എന്തുണ്ടെങ്കിലും ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പോ ഇതൊക്കെ ആദ്യമേ പഠിച്ച കാര്യങ്ങളാണ്. അതായത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ട ഹാസ് ആണ്. ഓക്കെ, അതൊരിക്കലും മറക്കല്ലേ. അത് അങ്ങനെ ഒരു ഡൗട്ട് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സെന്റൻസ് മേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് ആണ് യൂസ് ചെയ്യുക. അത് എവിടെയെങ്കിലും എഴുതി വെക്കും. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് വേണ്ടേ അല്ലെ? അപ്പൊ ഡസ് ആണ് യൂസ് ചെയ്യുക. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുക. ഡു യു ഹാവ് എ കാർ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? അല്ലെങ്കിൽ യു ഹാവ് എ കാർ എന്ന് ചോദിച്ചാൽ മതിയോ? അല്ല അല്ലെ, ഡു യു ഹാവ് എ കാർ അല്ലെ, അങ്ങനെ ചോദിക്കണം. അവിടെ ഡു ചോദിക്കാൻ കാരണം അവിടെ യു സബ്ജക്റ്റ് ആയത് കൊണ്ടാണ്. ഇനി അവരൊരു കാർ ഉണ്ടോ എന്നാണെങ്കിലോ ഡസ് ഹി ഹാവ് എ കാർ എന്ന് ചോദിക്കണം. അവിടെ ഹി എന്ന് പറയുന്നത് സിംഗിൾ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഡസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് ഡസ് ആൻഡ് ഹാസ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് ഡു ആൻഡ് ഹാവ്.
ഇനി സിംഗുലർ സബ്ജക്ട് ഏതാണ് പ്ലൂറൽ സബ്ജക്ട് ഏതാണെന്ന് എല്ലാം ക്ലിയർ ആണ്. എല്ലാം എഴുതി വെക്കുക. എന്നിട്ട് ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് സെന്റൻസ് മേക്ക് ചെയ്യുക. സിമ്പിൾ അല്ലേ? സ്ട്രക്ചർ നേരെ കിടക്കുകയാണ്. സബ്ജക്ട് പ്ലസ് ഹാസ് ടു പ്ലസ് ഓർ ഹാവ് ടു പ്ലസ് V1. സബ്ജക്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ട ഏതാണ് ഹാവ് ആണ് ഹാസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ദെൻ V1 ഫോം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. പിന്നെ സെന്റൻസ് മേക്ക് ചെയ്യാൻ സിമ്പിൾ അല്ലേ? അല്ലെ? അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവരും മാക്സിമം എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഈ ഡൗട്ട് ക്ലിയർ ആവുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ? റെസ്പോണ്ട് ചെയ്യും. Okay. അപ്പൊ ഹാസ് ടു കഴിഞ്ഞു, ഹാവ് ടു കഴിഞ്ഞു. ഇനിയുള്ളത് ഹാഡ് ടു ആണ്. ഹാഡ് അല്ലെ? ഹാഡ് ടു. സോ നമ്മള് നേരത്തെ പറഞ്ഞൊക്കെ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. കാരണം അത് പ്രസന്റ് ആണ്. നമ്മൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നതാണ് ഈ ഹാസും ഹാവും. പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നതാണ് ഹാഡ് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചോദിക്കുക? അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലെ? അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ എങ്ങനെ വരും? അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നോ? അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ? മലയാളം കൂടി എഴുതി വെക്കണം കേട്ടോ. ഹാസ് ടു അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഹാവ് ടു സെയിം തന്നെ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഹാഡ് ടു വരുമ്പോ അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് വരും. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഉണ്ടായിരുന്നു എന്ന് പറയും. കഴിഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ ഞാൻ അവിടെ പോയിരുന്നു. കഴിഞ്ഞാലേ പാസ്റ്റ് ടെൻസ് ആണത്. ഞാൻ അവിടെ പോയിരുന്നു. അതുപോലെ തന്നെയാണ് ഹാവ് ടു വരുമ്പോ. ഓക്കെ, എനിക്ക് അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. എനിക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ സെന്റൻസ് എന്ത് വരാം? ഇവിടെ ഹാഡിന്റെ കൂടെ നിങ്ങൾക്ക് ഏത് സബ്ജക്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഏത് സബ്ജക്ട് സിംഗുലർ എന്നില്ല പ്ലൂറൽ എന്നില്ല, ഏത് സബ്ജക്ട് വേണമെങ്കിലും നമുക്ക് ഹാഡിന്റെ കൂടെ യൂസ് ചെയ്യാം. സ്ട്രക്ചർ സെയിം തന്നെയാണ്. സബ്ജക്ട് പ്ലസ് ഹാവ് ടു പ്ലസ് V1. ഓക്കെ, ഇനിയിപ്പോ ഒന്ന് സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കിയേ എല്ലാവരും. He had to study well. He had to study well. Yeah. He had to study. ഇനി അതിന്റെ നെഗറ്റീവ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇതെല്ലാം പറയും സിനേഷ്. അത് did he had to study well. ഓക്കെ, ക്വസ്റ്റ്യൻ അതൊരു ക്വസ്റ്റ്യൻ ആണ്. Did he have to study well എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആണ്. നീ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. He hadn't to study well. അല്ലല്ലോ, അത് അറിയില്ല മാഡം. ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോ അത് പറയാൻ സിമ്പിളാ. കാരണം ഡിഡ് യൂസ് ചെയ്തു അല്ലെ? അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞപ്പോ Didn't he had to study well. അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആണ് പറയുന്നത്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു he had to study. He had to study well എന്ന് പറഞ്ഞു. നെഗറ്റീവ് പറയുമ്പോ അവന് പഠിക്കേണ്ടതുണ്ടായിരുന്നില്ല. അപ്പോ he didn't have to study. അത്രയേ ഉള്ളൂ. Okay. ഇത് 4 എഴുതി വെക്കണം കേട്ടോ. അപ്പൊ സിനേഷ് പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് 4 എഴുതി വെക്കാം. He had to study well. He didn't have to study well. Did he have to study well? Didn't he have to study well? First പറഞ്ഞത് പോസിറ്റീവ് സെന്റൻസ്, then നെഗറ്റീവ് സെന്റൻസ്, then പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ ആരെ പറയാ? നിഷ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിഷ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഈ ഹാഡ് ടു കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും പറയാം നിങ്ങൾക്ക്. അത് ഫസ്റ്റ് ഫോം ആയിരിക്കണതേ ഉള്ളൂ. വേർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. അത്രയേ ഉള്ളൂ. കാരണം സ്ട്രക്ചർ നമ്മുടെ കയ്യിലുണ്ട്, എക്സ്പ്രഷൻ ഉണ്ട്. അതിനുശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ക്രിയേഷനിൽ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അവരൊന്ന് പറഞ്ഞു നോക്കി. മൊത്തം കിട്ടിയില്ല. ഓക്കെ, എന്താണ് സംശയം? നിഷ ഒന്ന് സംസാരിച്ചേ. എന്താണ് നിഷയ്ക്ക് എന്താണ് ഡൗട്ട്? എന്താണ് സംസാരിക്കും നിഷ? അതെ മാം, പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുമ്പോഴും മനസ്സിലായില്ല എനിക്ക് എങ്ങനെയാണ്. ഞാൻ കുറച്ച് ക്ലാസ്സിൽ മിസ് ചെയ്യുന്നു.
ഓണാക്കിയിട്ട് ഞാൻ പോയിരുന്നു. വെരി ഗുഡ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആണ് വിഷയമെങ്കില് സെന്റൻസ് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞു ഹാസും ഹാവ് ഒക്കെ പ്രസന്റ് ടെൻസിനാണ് വരുന്നത്. ഇപ്പൊ പ്രസന്റ് ടെൻസിൽ വരുമ്പോ വിഷയം എന്താന്ന് വെച്ചാല് സബ്ജക്റ്റിനനുസരിച്ചിട്ട് കൂടെയുള്ള മൊഡാൽ വെർബ് മാറും. ഓക്കെ, ഇപ്പോ ഓക്സിലറി ആണെങ്കിൽ വ്യത്യാസം വരും. പ്രസന്റ് ടെൻസിൽ അങ്ങനെ ഒരു സീൻ ഉണ്ട് അല്ലെ. സിംഗുലർ സബ്ജക്റ്റിനെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? സിംഗുലർ മൊഡാൽ വെർബ് ഒക്കെ തന്നെയാണ്. അതായത് സിംഗുലർ സബ്ജക്റ്റിനെ കൂടെ യൂസ് ചെയ്യേണ്ടത് എഴുതി വെക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പെട്ടെന്ന് എഴുതി വെക്കുക. പ്രസന്റ് ടെൻസില് സിംഗുലർ സബ്ജക്റ്റിനെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാസ്, ഡസ്. ഇത് രണ്ടുമാണ്. ഇത് രണ്ടും വേണം നമുക്ക്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഈ ഡസ് വേണം അല്ലെ. സെന്റൻസ് മേക്ക് ചെയ്യാനും നമുക്ക് ഹാസ് വേണം. അപ്പൊ രണ്ടും എഴുതി വെക്കുക. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും ഡസും ആണ് പ്രസന്റ് ടെൻസിൽ വരുന്നത്. അതുപോലെ പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്. പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെ യൂസ് ചെയ്യുന്നത് ഹാവും ഡു ആണ്. ഓക്കെ, ഇപ്പൊ ഒരു സെന്റൻസ് യു ഹാവ് ടു വർക്ക് ഹാർഡ്, യു ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന സെന്റൻസ് കേൾക്കുമ്പോൾ നമുക്കറിയാം യെസ് ഇറ്റ്സ് പ്രസന്റ് ടെൻസ്. കാരണം എന്താണ്? അവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ പ്രസന്റ് ടെൻസ് ആണ്. യു ഹാവ് ടു വർക്ക് ഹാർഡ്. അപ്പൊ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് പ്രസന്റ് ടെൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് എന്തായിരിക്കും വരാം? ഒന്നില്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ആയിരിക്കും വരാം പ്രസന്റ് ടെൻസിൽ. പിന്നെ അത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് സബ്ജക്ട് ഏതാന്ന് നോക്കുക. ആ സെന്റൻസിൽ തന്നിരിക്കുന്ന സബ്ജക്ട് ഏതാണെന്ന് നോക്കാം. യു ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന സെന്റൻസിൽ തന്നിരിക്കുന്ന സബ്ജക്ട് യു ആണ്. യു എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്ട് ആണ്. അപ്പൊ പ്ലൂറൽ സബ്ജക്ട് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഏതാണ് ചോദിക്കേണ്ടത്? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡു ആണോ ഡസ് ആണോ വരേണ്ടത്? പ്ലൂറൽ സബ്ജക്ട് ആണെങ്കിൽ ഡു ആണ് വരേണ്ടത് അല്ലെ. അപ്പൊ യു ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന സെന്റൻസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ആ യുവിന് മുന്നില് ഈ ഡു ആഡ് ചെയ്യാം. യു ഹാവ് ടു വർക്ക് ഹാർഡ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നമ്മൾ എന്താണ് ആ സെന്റൻസിന്റെ ഫ്രണ്ടിൽ എന്താ ചെയ്യണ്ടേ? ഒന്നില്ലെങ്കിൽ ഡസോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഡസോ ഡുവോ ആഡ് ചെയ്താൽ അതൊരു ക്വസ്റ്റ്യൻ ആകും. യു ഹാവ് ടു വർക്ക് ഹാർഡ് ഇത് ചോദിച്ചത് ക്വസ്റ്റ്യൻ ആണ്. ഇനി യു ഹാവ് ടു വർക്ക് ഹാർഡിന്റെ നെഗറ്റീവ് എടുക്കണമെങ്കിൽ എന്താണ് നമ്മൾ പറയാ? ഈ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഈ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത് നമുക്ക് മലയാളത്തിൽ കേൾക്കുമ്പോൾ ഓക്കെ ഇത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അതിൽ നെഗറ്റീവ് ഒന്നുമില്ല. ഇനി നമ്മൾ നെഗറ്റീവ് ആക്കണമെങ്കിലോ നീ അവിടെ പോകേണ്ടത് നീ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതില്ല. നമ്മളവിടെ ഇല്ല എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്കത് നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലായത് അല്ലെ മലയാളത്തിൽ. അതുപോലെ തന്നെ അവിടെ ഇല്ല എന്നൊരു സാധനം ഇംഗ്ലീഷിൽ വരണ്ടേ? ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാ വരാത്? യു ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന സെന്റൻസിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് പറയണം. അപ്പൊ ഡോണ്ട് ആണ് ഇവിടെ വന്നിരിക്കുന്ന നെഗറ്റീവ്. ആ നെഗറ്റീവ് വന്നത് കൊണ്ടാണ് ആ സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് എന്ന് നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പൊ യു ആയതുകൊണ്ടാണ് പ്ലൂറൽ സബ്ജക്ട് ആയതുകൊണ്ടാണ് ഡു വന്നത്. ഡുവിന്റെ നെഗറ്റീവ് ആണ് ഡോണ്ട്. അപ്പൊ നമുക്ക് നെഗറ്റീവ് സെന്റൻസ് കിട്ടി. യു ഡോണ്ട് ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ഡു യു ഹാവ് ടു വർക്ക് ഹാർഡ്. ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴോ ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഡുവിന്റെ നെഗറ്റീവ് പറഞ്ഞാൽ മതി. ജോൺ he have to work hard. John you have to work hard. ഇത്രയും ഉള്ളൂ. മനസ്സിലായോ? യെസ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചുകൊണ്ടാണോ മനസ്സിലായി എന്ന് പറഞ്ഞേ? ക്ലിയർ ആയല്ലോ അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത്രയും ക്ലിയർ ആയിട്ട് ഇനി ഞാൻ എങ്ങനെയാ പറയാ? ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്ന് കേട്ടപ്പോൾ ഉള്ള കൺഫ്യൂഷൻ ആയിരിക്കും നിഷ. മാക്സിമം ഇത് പഠിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ക്ലാസ് കഴിഞ്ഞാലും ഇത് പഠിക്കുന്നില്ല. അതായിരിക്കാം നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഡൗട്ട് വരും. നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം ചിരിക്കണ്ട. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ലൈവ് ക്ലാസ് നിങ്ങൾ ജോയിൻ ചെയ്തു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് ഞാൻ പഠിപ്പിച്ചത് എന്നുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് നോക്കിയാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഓക്കെ, അത്രയും ക്ലിയർ ആയിട്ടില്ല ഞാൻ പറയുന്നേ. ആണോ? ശരിയാണോ? ഞാൻ പറയുന്ന ക്ലാസ് എടുക്കുന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? പറയൂ. മനസ്സിലാകുന്നുണ്ടേ? മനസ്സിലാവുന്നില്ലേ?
നല്ലായിരുന്നു. ഓക്കെ, ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. അത് ഇംഗ്ലീഷിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. ഒന്നാമത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ്. നമ്മൾ ഏറ്റവും ടഫ് ആണെന്ന് വിചാരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. അപ്പൊ പഠിക്കാനും ഒരു മടി ഉണ്ടാവും, പെട്ടെന്ന് കിട്ടുകയുമില്ല. അപ്പൊ അങ്ങനെ പെട്ടെന്ന് പഠിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു മടി വരും. പക്ഷെ അങ്ങനെ മടിയൊന്നും വിചാരിക്കണ്ട. ഒരു പ്രാവശ്യം അതിന്റെ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെ ഇത് ഒരിക്കലും മറക്കില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ട്രിക്കിലേക്ക് നമ്മൾ എത്തണം. അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. എനിക്ക് അത്രേ ഉള്ളൂ. യു ഹാവ് ടു വർക്ക് ഹാർഡ്. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, എല്ലാവരും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞ ഹാസ് ഹാവ് കഴിഞ്ഞു. ഹാഡ് വരുന്നത് എപ്പോഴാണ്? പാസ്റ്റിലല്ലേ, അല്ലെ? നമ്മളൊരു കാര്യം കഴിഞ്ഞു പോയ കാര്യത്തിൽ പറയുമ്പോൾ ഹാഡ് നമ്മൾ യൂസ് ചെയ്യാം. യു ഹാഡ് ടു വർക്ക് ഹാർഡ്. നിങ്ങൾക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാമായിരുന്നു, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിരുന്നു എന്ന് നമ്മൾ പറയും. കാരണം ഒരു എക്സാം കഴിഞ്ഞു, നിങ്ങൾ ഫെയിൽ ആയെന്ന് വിചാരിക്കും, റിസൾട്ടേക്ക് വന്നു. അപ്പൊ എന്താ പറയാ? ഞാൻ എന്താ നിങ്ങളോട് പറയാം? യു ഹാവ് ടു ഹാർഡ് വർക്ക്, അല്ലെ? യു ഹാവ് ടു ഹാർഡ് വർക്ക്, സോറി വർക്ക് ഹാർഡ് എന്ന് പറയണം. യു ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് പറയണം. അത് കഴിഞ്ഞുപോയ കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെ? അവിടെ നിങ്ങൾക്ക് കഴിഞ്ഞുപോയ കാര്യമാണെന്ന് തോന്നാൻ കാരണം ഞാൻ അവിടെ ഹാഡ് യൂസ് ചെയ്തത് കൊണ്ടാണ്. അല്ലാതെ ഞാൻ എക്സാം എല്ലാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, നിങ്ങൾ ഫെയിൽ ആയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കുക. ഞാൻ പറയാണ് യു ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താ ചിന്തിക്കുക? എന്ന് മിസ് എന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ കാര്യമായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ നിങ്ങൾ ഫെയിൽ ആയത് എന്നാണ് ഞാൻ പറയേണ്ടത്, അല്ലെ? അപ്പൊ ഹാഡ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ പാസ്റ്റ് ടെൻസ് കറക്റ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ പറഞ്ഞത്. ഓക്കെ, അപ്പൊ യു ഹാഡ് ടു വർക്ക് ആണെന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു, നിങ്ങൾ നന്നായിട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നൊരു മീനിങ് ആണ്. യു ഹാവ് ടു ഗോ ദർ. നീ അവിടെ പോയിടുന്നുണ്ടായിരുന്നു, പക്ഷെ നീ പോയില്ല, നീ അവിടെ പോയിടുന്നുണ്ടായിരുന്നു, മോശമായിട്ട്. അപ്പൊ യു ഹാവ് ടു ഗോ ദർ. മനസ്സിലായോ? ഇനി ഇവിടെ വരുന്ന സംശയം, ഡു ഡസ് എല്ലാം പാസ്റ്റ് ആണ്, അതപ്പോ സോറി പ്രസന്റ് ആണ്, വിട്ടേക്കും. ഡു ഡസും വരുന്ന പ്രസന്റിലാണ്. ഞാൻ നേരത്തെ എല്ലാം ക്ലിയർ ചെയ്ത് പറഞ്ഞു. ഇനി ഇവിടെ പാസ്റ്റിൽ വരേണ്ടത് ഡിഡ് ആണ്. ഓക്കെ, യു ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്തു, നീ അത് ചെയ്തു. മീൻ എന്താ? പാസ്റ്റ്, കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ച് നീ അത് ചെയ്തു എന്നാവാ. കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ചാണ്. അപ്പോ ഡിഡ് വരേണ്ടത് പാസ്റ്റിലാണ്. അപ്പൊ ഇവിടെ നെഗറ്റീവും ക്വസ്റ്റ്യനും ഒക്കെ വരേണ്ടത് ഡിഡിനെ ബേസ് ചെയ്തിട്ടാണ്. യു ഹാഡ് ടു ഗോ ദേർ എന്ന് പറയുന്ന സെന്റൻസില് നമ്മൾ നെഗറ്റീവ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ യു ഡിഡ്ന്റ് ഹാവ് ടു ഗോ ദേർ. ഡിഡിന്റ് ആണ് അവിടെ ഇല്ല എന്നൊരു മീനിങ് വന്നത്. ഡിഡ് വരാൻ കാരണം പാസ്റ്റ് ആയതുകൊണ്ട് ഡിഡിന്റെ നെഗറ്റീവ് ഇല്ല എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഡിഡിന്റ് ആണ് വരാൻ. അപ്പൊ യു ഡിഡ്ന്റ് ഹാവ് ടു ഗോ ദേർ. ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഡിഡ് യു ഹാവ് ടു ഗോ ദേർ എന്ന് വരും. ഡിഡ് യു ഹാവ് ടു ഗോ ദേർ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ അത് നെഗറ്റീവ് ആക്കാം, ഡിഡിന്റ് നെഗറ്റീവ് ആക്കാം. Didn't you have to go there എന്ന് വരും. Clear ആണോ? Is it clear or not? Respond ചെയ്യൂ. Clear ആണോ? Yes. Yes. Okay. എഴുതിയെടുക്കുന്നുണ്ട് എല്ലാവരും? നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക, മസ്റ്റ് ആണ് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞുമ്പോൾ ഒന്നും മനസ്സിലായി. കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ നോട്ട്ബുക്ക് കയ്യിലുണ്ടാവണം. എന്ത് ഡൗട്ട് വന്നാലും ഇപ്പൊ ഏത് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താലും എന്തെങ്കിലും ഡൗട്ട് വരുമ്പോ എന്റെ നോട്ട് വെച്ച് നോക്കാം, കമ്പയർ ചെയ്യാം, കുറച്ചൊരു ക്ലിയർ ആണ്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് അടുത്തൊരു എക്സ്പ്രഷൻ എഴുതാം. How come? How come means എങ്ങനെ സംഭവിച്ചു എന്നൊരു മീനിങ് ആണ്. നിനക്കത് എങ്ങനെ സംഭവിച്ചു, നിനക്കത് എങ്ങനെ കിട്ടി. ഓക്കെ, ആ ഒരു മീനിങ് ആണ് how come-ന് വരാം. How come you got it? നിനക്കത് എങ്ങനെ കിട്ടി? How come you got it? നിനക്കത് എങ്ങനെ കിട്ടി?
ഒരു എക്സൈറ്റ്മെന്റോടെ നമ്മൾ ചോദിക്കും, how come you got it? നിനക്ക് അത് എങ്ങനെ കിട്ടി? ഇതെങ്ങനെ സംഭവിച്ചത്? എങ്ങനെ കിട്ടി? ആ ഒരു രീതിയിലാണ് ഈ how come വരാം. ഓക്കെ, ഇപ്പൊ how come she lost her money? How come she lost her money? അവരുടെ പൈസ എങ്ങനെ സംഭവിച്ചു? എങ്ങനെ പോയി? എങ്ങനെ നഷ്ടപ്പെട്ടു? ആ ഒരു എക്സൈറ്റ്മെന്റോ ഒരു ക്യൂരിയോസിറ്റിയോ ആ ഒരു ഷോക്കോ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ് ഈ how come. How come they reject it? അവരെങ്ങനെ ഇത് എന്താണ് അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ റിജക്ട് ചെയ്തു? എന്തുകൊണ്ടല്ല, അതെങ്ങനെ സംഭവിച്ചു? എങ്ങനെ റിജക്ട് ചെയ്തു? How come they reject it? ഓക്കെ, ആ ഒരു മീനിങ്ങിലാണ് ഈ എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? എന്തുണ്ടെങ്കിലും ചോദിക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ചോദിക്കുന്നത് എനിക്കൊരു ഉറപ്പിന് വേണ്ടിയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? will have to. Will or shall have to. will അല്ലെങ്കിൽ shall have to. ഒരു പക്ഷേ അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. ഫ്യൂച്ചർ, ഫ്യൂച്ചർ ആണ്. നമ്മൾ പ്രസന്റും പാസ്റ്റും പഠിച്ചു, ഇനി ഫ്യൂച്ചർ വേണ്ടേ? അപ്പോ will have to എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആണ്. അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. മനസ്സിലായോ? അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. ഇവിടെ നമുക്ക് സബ്ജക്ട് സ്ട്രക്ചർ ചെയ്തോളൂ. സബ്ജക്ട് പ്ലസ് will or shall have to V1. will or shall നമുക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് എങ്ങനെയാണെന്ന്. will or shall നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. പ്ലസ് have to, will have to അല്ലെങ്കിൽ shall have to എന്നാ പറയാം. അപ്പൊ സബ്ജക്ട് പ്ലസ് will or shall have to പ്ലസ് V1. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു ഷാലും വില്ലും ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കുറച്ചുകൂടെ ഒരു മീനിങ് ഇപ്പൊ നമ്മൾ ഇടക്ക് പറയും ഞാൻ വരും അല്ലെ, അല്ലെങ്കിൽ ഇപ്പോ ഞാൻ വരാം എന്നൊക്കെ പറയും. ഞാൻ വരാം എന്ന് നമ്മൾ പറയുമല്ലേ, ഞാൻ വരാം, ഞാൻ വരും എന്നൊക്കെ പറയും. ഈ വരാം എന്നും വരും എന്നും മലയാളത്തിൽ എന്താണ് ഡിഫറൻസ്? കുറച്ച് ഡിഫറൻസ് അല്ലേ അല്ലെ? നീ ഇന്ന് എന്റെ ഒപ്പം വരുമോ എന്ന് വെച്ചാല് ആടാ ഞാൻ പറയാം, ഞാൻ വരും. എന്താണ് വ്യത്യാസം? ഒന്ന് കുറച്ചൊരു ഷുവർട്ടി നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ. വരും എന്ന് പറയുമ്പോ ഓക്കെ വരും, വരാമെന്നാണെങ്കിലോ അത്ര ഉറപ്പില്ല. ഉറപ്പായിട്ടും വരും. അപ്പോ ഉറപ്പായിട്ടും വരും എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട ഏതാണ്? വില്ലാണ്. ഐ വിൽ കം, ഞാൻ വരും. ഐ വിൽ കം. ഐ ഷാൽ കം ആണെങ്കിലോ ഞാൻ വരാം. ഓക്കെ, യു വിൽ കം അല്ലെങ്കിൽ ഐ വിൽ കം, വരും ഞാൻ വരും. ഐ ഷാൽ കം ഞാൻ വരാം. ആ ഒരു മീനിങ്ങിലാണ് നമ്മള് ഈ വില്ലും ഷാലും യൂസ് ചെയ്യാറ്. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാല് കൂടുതലും നമ്മൾ ഷാൽ യൂസ് ചെയ്യാം ഐക്ക് തന്നെയായിരിക്കും. ഐ ഷാൽ. ഒരിക്കലും ഹി ഷാൽ കം എന്ന് പറയുമായെങ്കിലും ഹി ഷാൽ കം, അവൻ വരാം എന്ന് പറഞ്ഞത് പറയോ? ഒരിക്കലും ഇല്ല അല്ലെ. ഒരിക്കലും അങ്ങനത്തെ സബ്ജക്റ്റിന്റെ കൂടെ ഒരിക്കലും ഷാൽ ഇങ്ങനെ യൂസ് ചെയ്യാറില്ല. ഹി ഷാൽ കം, അവൻ വരാം എന്ന് പറഞ്ഞു എന്ന് പറയും. ഇല്ല, നമ്മൾ ഹി വിൽ കം എന്നാ പറയാ, ഹി വിൽ കം. ഓക്കെ, അപ്പൊ ആ ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഈ ഷാലും വേണ്ടിയുള്ളൂ. വരാം അല്ലെങ്കിൽ വരും, ഇതാണ്. അത് എവിടെയെങ്കിലും എഴുതി വെക്കുക നിങ്ങൾ. അപ്പൊ ഇവിടെ വരാണെങ്കിലോ, ഇപ്പോ വിൽ ഹാവ് ടു എന്നാണെങ്കിലോ you will have to work hard എന്ന് പറയാം. You will have to work hard, you will have to go there. എന്താണ്? നിനക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം, നിനക്ക് അവിടെ പോകേണ്ടതായി വന്നേക്കാം, നീ നന്നായി പഠിക്കേണ്ടതായി വന്നേക്കാം. You will have to study well, നീ നന്നായിട്ട് പഠിക്കേണ്ടതായി വന്നേക്കാം. You will have to inform your chairman, നിനക്ക് ചെയർമാൻ ഇൻഫോം ചെയ്യേണ്ടതായി വന്നേക്കാം. മനസ്സിലായോ? അപ്പോ എക്സാമ്പിൾസ് എല്ലാവരും എഴുതാം. You will have to work hard, you will have to സബ്ജക്ട് മാറ്റിക്കോട്ടോ, നമുക്ക് എക്സ്ട്രാ സബ്ജക്ട് എഴുതാം. You will have to work hard, he will have to go there, she will have to study well, they will have to inform chairman, they will have to inform chairman.
ഓക്കെ, അപ്പൊ സബ്ജക്ട് മാറ്റാം, പിന്നെ will have to same തന്നെയാണ്. then യൂസ് ചെയ്യേണ്ടത് V1 ഫോം ആയിരിക്കണം. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവ് വേണ്ട നമുക്ക്. അപ്പൊ യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡിന്റെ നെഗറ്റീവ് നോക്കാം. എന്താ പറയാ, യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന സെന്റൻസിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ വരാം എന്ന് പറഞ്ഞു നോക്കി. You will not have to work hard. You Will not. Won't. yeah won't. will not ഒക്കെ പഴയത് കിട്ടേക്കും. you won't വരും. ഓക്കെ, അപ്പൊ you won't. വില്ലിന്റെ കൂടെ നോട്ട് വരണം അല്ലെ, വില്ലിന്റെ കൂടെ നോട്ട് വരുമ്പോ will not വരും. അത് നമ്മൾ ഷോർട്ട് ആക്കി, അപ്പൊ എന്താ വരാ, won't വരും. ഓക്കെ, അപ്പൊ you won't have to work hard. You won't have to work hard. You won't have to go there. You won't have to study well. You won't have to become the chairman. ഇതൊക്കെ പറയാം. അപ്പൊ എന്താ മീനിങ്, എന്താ പറയാ, നീ നന്നായിട്ട് നീ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കില്ല, നീ നന്നായിട്ട് പഠിക്കേണ്ടതായി വന്നേക്കില്ല. ഓക്കെ, നീ അവിടെ പോകേണ്ടതായി വന്നേക്കില്ല. അപ്പൊ അങ്ങനെയാണ് നെഗറ്റീവ്. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ആണെങ്കിലോ, ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഇവിടെ ഡൂ ഡസ് ഒന്നുമില്ല കേട്ടോ. യു വിൽ എന്നാണെങ്കിൽ നേരെ തിരിച്ചിടാ. പറയൂ, ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാ, Will you have to work hard? yeah, will you have to work hard. അത്രേ ഉള്ളൂ, will you have to work hard. ഈ നെഗറ്റീവ് ആണെങ്കിലോ സിമ്പിൾ, വില്ലിന് നെഗറ്റീവ് ഇടാം. Won't you have to work hard? yeah, won't you have to work hard. that's all. ക്ലിയർ ആണോ? ഇപ്പോ എടുത്ത എല്ലാ എക്സ്പ്രഷനും മനസ്സിലായോ നിങ്ങൾക്ക്? ഇന്നലെയും ഇന്നും കൂടി എടുത്ത എക്സ്പ്രഷൻസ് എല്ലാം ക്ലിയർ ആണോ? പറയൂ. ഈ എക്സ്പ്രഷൻസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റൂലേ അല്ലെ? ഗ്രാമർ നോക്കാണ്ട് ഗ്രാമർ മിസ്റ്റേക്ക് വരൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെന്റൻസ് ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം സ്ട്രക്ചർ അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ സെന്റൻസ് മേക്കാൻ സിമ്പിൾ ആണ്. വെർബും സബ്ജക്റ്റും ഓക്സിലറീസും പിന്നെ മൊഡാൽ വെർബ്സ് മാത്രം അറിഞ്ഞാൽ മതി അല്ലെ? സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രാമർ മിസ്റ്റേക്ക് വരും എന്നുള്ള ടെൻഷൻ വേണ്ട. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാല് നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാണ്ട് തന്നെ ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ട് ഒരുപാട് എക്സാമ്പിൾസും ഒരുപാട് സെന്റൻസും മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഡെയിലി ലൈഫിൽ നിങ്ങൾ എപ്പോഴും ഇത് യൂസ് ചെയ്യാൻ നോക്കാം, മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ മക്കളോടാണെങ്കിലും എന്തെങ്കിലും പറയാം, അവരെവിടെയെങ്കിലും പോകുമ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാലോ. ഇപ്പൊ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കേണ്ടി വന്നേക്കാം. ഇപ്പൊ അവര് പുതിയ ഇപ്പൊ അടുത്തൊരു എന്താ വേറെ കോളേജിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂളിലേക്കോ പുതിയ അഡ്മിഷൻ എടുത്ത് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാലോ അവരോട് അല്ലെ, നന്നായിട്ട് പഠിക്കേണ്ടതാ വന്നേക്കാം അല്ലെ, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയില്ലേ. ഹാവ് ടു വർക്ക് ഹാർഡ്, യു ഷുഡ് സ്റ്റഡി വെൽ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ നമുക്ക് ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ട് പറയാലോ അല്ലെ. സിമ്പിൾ അല്ലേ? അപ്പൊ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക, ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മക്കൾ ഓടിക്കും. അത് സത്യം, വേറെ കാര്യം. പക്ഷെ നമ്മൾ പറയാം, കാരണം നമ്മളെ മക്കളുടെ അവസ്ഥയല്ല, നമുക്ക് അത് നോക്കണ്ട, നമുക്ക് പഠിക്കണം. അപ്പോ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് പറയാൻ പറ്റിയ ആൾക്കാര് മക്കളാണ്. പുറത്തു പോയി പറയാൻ പറ്റില്ലല്ലോ. പൊട്ടത്തരാണെങ്കിലും നമ്മൾ പുറത്തു പോയി പറഞ്ഞാല് അവര് കളിയാക്കും എന്ന് നിങ്ങൾക്ക് ഒരു പേടിയുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മക്കളോട് പറയാം. മക്കള് കളിയാക്കിയാൽ നമുക്ക് വിഷയമില്ല അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ മിററിൽ നോക്കി പറയാം. അങ്ങനെ പറയുന്നതോറും നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാല്ലേ. എനിക്കതാണ് മെയിനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പുറത്തോട്ട് പോയി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യില്ല, പേടി കാരണം അത് പറയില്ല ആരോടും. അപ്പൊ അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അവരായിട്ട് അവരുടെ മുന്നിൽ പറയാം. അവരെ വേണ്ടി തെറ്റ് പറഞ്ഞാൽ കുഴപ്പമില്ല. വൈഫിനോട് പറയാം. അപ്പൊ വൈഫും പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരാളോട് പറയുമ്പോ നിനക്ക് ഇതൊക്കെ അറിയാമായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിനക്ക് ഇതൊക്കെ അറിയുന്നു, സൂപ്പറാണല്ലോ എന്നൊക്കെ പറയും. ഓക്കെ, നമുക്കെല്ലാം അറിയുള്ളൂ, നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. സോ അങ്ങനെ കളിയാക്കിയാലും അവരെന്ത് പറഞ്ഞാലും നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം, സംസാരിക്കണം. അത്രയേ ഉള്ളൂ. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവാം. കളിയാക്കാനൊക്കെ ആ ഒരു വശത്ത് നടന്നോളൂ.
അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ മൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും രക്ഷപ്പെടില്ല അല്ലേ? അതങ്ങനെയാണ്. അപ്പൊ മൈൻഡ് ചെയ്യണ്ട. നാട്ടുകാരായാലും ആരെയും നമ്മുടെ അവര് കളിയാക്കും. ഒരിക്കലും അവര് കളിയാക്കലും കുറ്റം പറയുന്നത് നിർത്തില്ല. അവർ ലൈഫ് ലോങ് അങ്ങനെ പറയുള്ളൂ. അതൊക്കെ മൈൻഡ് ചെയ്യാന്നാലേ നമ്മുടെ ലൈഫിൽ നമ്മൾ സ്പോയിൽ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമുക്ക് നല്ലതെന്ന് തോന്നുന്നോ അതുപോലെ നമ്മൾ ചെയ്യാം. അത് ഇംഗ്ലീഷ് എന്നല്ല, നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു അഡ്വൈസ് ആണ് അത്. ആൾക്കാരെന്ത് പറയും നോക്കി ജീവിച്ചാല് അവരുടെ അനുസരിച്ച് ജീവിക്കേണ്ടി വരും. നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കണോ അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ജീവിക്കണോ? ഓക്കെ, അപ്പൊ ആ ഒരു ഇതിൽ നിങ്ങൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ്. എല്ലാവരും ഇംഗ്ലീഷ് പറയാത്തത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കളിയാക്കും. കളിയാക്കിയാലോ? പക്ഷെ അവര് കളിയാക്കുന്നത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ മനസ്സിലാക്കിയേ. ഒരിക്കലും ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാള് നിങ്ങൾ കളിയാക്കില്ല. കാരണം നിങ്ങൾ പഠിക്കട്ടെ എന്ന് വിചാരിക്കുള്ളൂ. നിങ്ങൾ കറക്റ്റ് ചെയ്യാനേ നോക്കുള്ളൂ. പക്ഷെ കളിയാക്കുന്നവരോ അവർക്കത് പറയാൻ പറ്റുന്നില്ല. ആ ഒരു ഈഗോ വരുന്നതുകൊണ്ടാണ് അവർ നിങ്ങൾ കളിയാക്കുന്നത്. അത് മൈൻഡ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോ അങ്ങനെ ഞാൻ കളിയാക്കി കൊണ്ട് ചിലപ്പോ അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ ഇത്രയും നല്ലതല്ലേ? അതാണ് ആയിട്ട് ഇംഗ്ലീഷ് പറയണം എന്നുള്ള ആഗ്രഹത്തോടെ എനിക്കില്ലൊരു കളിയാക്കാം. ഓക്കെ ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? ശരിയല്ലേ? നമ്മളെല്ലാവരും ഇൻക്ലൂഡിങ് മീ, ഞാനും ഈ വഴികളിലൂടെ എല്ലാം വന്ന ഒരാളാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അതൊന്നും വേണ്ട. ഓക്കെ, അവരുടെ മുന്നില് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊരു വാശിയോടെ നിങ്ങൾ പഠിക്കാൻ. അതാണ് വേണ്ടത്. അല്ലാതെ കളിയാക്കൽ കേട്ട് നമ്മൾ ഡൗൺ ആവുകയല്ല ചെയ്യുക. നമ്മൾ അവരുടെ മുന്നില് നല്ലൊരു ജോലിയും ഇംഗ്ലീഷൊക്കെ സംസാരിച്ചൊക്കെ പോകണമെന്ന് ആലോചിച്ച് നോക്കി. എന്ത് രസാലേ? അപ്പൊ അവർക്ക് അസൂയായിരിക്കുള്ളൂ. ഇഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് അവർക്ക് വിഷമം കഴിക്കും. പക്ഷെ അതൊന്നും വേണ്ടിയാണ് അല്ലെ? ആ ഒരു വാശിയാണ് എപ്പോഴും നമ്മുടെ ലൈഫിൽ വേണ്ടത്. എന്ത് കാര്യത്തിലും നമുക്കൊരു വാശി വേണം. ഓക്കെ, ആ വാശി ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, എവിടെ എത്തും. അടുത്തൊരു എക്സ്പ്രഷൻ എഴുതിക്കോളൂ. സപ്പോസ് ടു. ഇന്ന് തന്നെ സംസാരിക്കണം. ഈ എക്സ്പ്രഷൻസ് ഞാൻ ഇതുവരെ എടുത്ത എല്ലാ എക്സ്പ്രഷൻസ് വെച്ചിട്ട് നിങ്ങൾ സംസാരിച്ചു നോക്കിയേ. ഓക്കെ, നല്ല രസമായിരിക്കോളൂ. നിങ്ങൾക്ക് തന്നെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ ബുക്കിൽ നോക്കി സംസാരിച്ചു. നാളെ നിങ്ങൾ നോക്കാണ്ട് സംസാരിക്കും. കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ബ്രെയിൻ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ മറന്നു പോയാൽ നിങ്ങളുടെ വായിലോട്ട് അത് വരും. ആ സെന്റൻസ് കറക്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്തു. ഞാൻ പറയുന്നത് വെറുതെ അല്ല, നിങ്ങൾ ട്രൈ ചെയ്തു. ഇപ്പോ നമ്മുടെ കുഞ്ഞു പിള്ളേരില്ലേ, വളർന്നു വരുന്ന കുട്ടികള്, അവർ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഏതെങ്കിലും ഒരു വാക്ക് സ്ട്രൈക്ക് ചെയ്തവർ പാടി. അവര് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് ഉള്ളിൽ അത് ഉണ്ടാവും. മനസ്സിലായോ? പിന്നീട് അവർ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരിക. അവർ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അവര് വായുന്നത് വരാം. അതുപോലെ തന്നെയാണ് നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒരിക്കലും പിന്നെ മറക്കില്ല. ഇപ്പൊ ഗ്രാമർ നിങ്ങൾക്ക് അറിയില്ല എന്ന് എല്ലാവരും പറയുന്നില്ലേ? അവരുടെ ബ്രെയിൻ അങ്ങനെയാണ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമ്മുടെ ബ്രെയിനൊക്കെ കുറച്ച് ഏജ്ഡ് ആയില്ലേ, നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ ഏതൊരു വസ്തു ആണെങ്കിൽ, ഇലക്ട്രോണിക്കോ ഏതൊരു ഒരു വണ്ടി നോക്കാം. നമുക്കൊരു ഏതെങ്കിലും ഒരു വെഹിക്കിള് നമ്മൾ യൂസ് ചെയ്യാണ്ട് വീട്ടിൽ തന്നെ വെക്കുകയാണെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് പോകുമോ? കുറച്ച് പണിയെടുക്കണം അല്ലെ? നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമ്മൾ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് വർക്ക് ചെയ്യാറില്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്തത് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളും പെട്ടെന്ന് ഒരു ക്യാച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ബ്രെയിൻ അങ്ങനെയാണ്. അവരുടെ ബ്രെയിൻ അങ്ങനെയാണല്ലോ കുഞ്ഞുങ്ങളുടെ. അവര് എല്ലാം പഠിക്കുന്ന ടൈമാണ്. അവർക്ക് എല്ലാം വേണം. നല്ല ആക്റ്റീവ് ആണ് അവര്. ടെൻഷൻ ഇല്ല, പേടിയില്ല. അതൊക്കെ ഉണ്ട്. അവർക്ക് പേടിയില്ല. അവരെന്തെങ്കിലും പൊട്ടത്തിലും പറഞ്ഞ് കളിയാക്കുന്ന ടെൻഷൻ ഇല്ല. അതൊക്കെ തന്നെയാണ് അവർ ഈ വളർന്ന് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഏറ്റവും വലിയൊരു പേടിയാണ്. ഭയങ്കര പേടിയാണ്, ടെൻഷനാണ്, ധൈര്യമില്ല. ഇതൊക്കെ വന്നാൽ തന്നെ നമ്മുടെ ലൈഫിൽ ഒന്നും കിട്ടില്ല. ആ സാധനം ആദ്യം തന്നെ മാറ്റാം. അതുകൊണ്ട് നമുക്ക് ലൈഫിൽ ഒന്നും കിട്ടാനില്ല. പേടിയും ഈ ടെൻഷൻ, കോൺഫിഡൻസ് ഇല്ലായ്മ ഇതൊക്കെ വന്നാല് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ല. പക്ഷെ സാധനം കോൺഫിഡൻസ് വന്നാലോ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. വിദേശത്ത് ജനിക്കണമെന്നില്ല. ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ നിഷ? ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് യൂസ് ചെയ്യൂ. പൊട്ടത്തരം. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറയാണ്, നമ്മൾ കസ്റ്റമർ കെയറിനെ വിളിക്കില്ലേ? അത്
വിളിക്കാറുണ്ടോ? ചിലപ്പോൾ വിളിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരുമ്പോ ഏതെങ്കിലും കസ്റ്റമർ കെയറിനൊക്കെ നമ്മൾ വിളിക്കും. നമ്മള് വിളിക്കും. അപ്പൊ അവര് സെലക്ട് ചെയ്യാൻ പറയുന്ന ലാംഗ്വേജ് ഏതായിരിക്കും? നമ്മൾ ഏതായിരിക്കും സെലക്ട് ചെയ്യാം? മലയാളം. കംഫർട്ടബിൾ ആണല്ലോ, അറിയാമല്ലോ അല്ലെ? നമ്മളൊരു കാര്യം ചെയ്യും, ഇംഗ്ലീഷ് ഒന്ന് കൊടുക്കാം, ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ട് കസ്റ്റമർ കെയറിനോട് സംസാരിക്കാം. പട്ടത്തരം പറയും, അത് ഓക്കെ, നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നമ്മൾ ആരും അറിയുന്നില്ലല്ലോ അല്ലെ? സംസാരിക്കുന്ന ആൾക്ക് നമ്മൾ അറിയില്ല, അവര് നമ്മൾക്ക് അറിയില്ല. ധൈര്യമാണ്, നമ്മളെ കാണുന്നില്ല, സുഖം. അപ്പൊ എന്തുണ്ടെങ്കിലും ഇപ്പൊ എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്, എന്ത് കംപ്ലൈന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വെച്ചാൽ അത് ഇംഗ്ലീഷിൽ പറയും. അവർക്ക് മനസ്സിലാവോ ഇല്ലയോ എന്ന് വിട്ടേക്കും. ഓക്കെ, കാരണം നമ്മൾ വെറുതെ വിളിക്കുന്ന ആളോ, ഇംഗ്ലീഷ് പഠിക്കാൻ വിളിക്കുന്ന ആളാണ്, നമുക്കൊരു സംസാരിക്കാൻ ഒരാൾ വേണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവരോട് സംസാരിക്കുക. എന്തെങ്കിലും എന്ത് പൊട്ടത്തിന് വേണമെങ്കിലും പറഞ്ഞു, അവർ കേട്ടിരുന്നോളും. ഒരു കുറെ കഴിയുമ്പോഴേക്കും കട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ സംസാരിക്കാം, കുറച്ചുകൂടെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. കുറെ കഴിയുമ്പോൾ ഒരു ബ്ലോക്ക് ചെയ്യും, ശല്യം കാരണം ബ്ലോക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. എന്നിട്ട് വേറെ നമ്പറിൽ പിന്നീട് നമുക്ക് ട്രൈ ചെയ്യാം, അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണ്, ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ സംസാരിക്കാൻ ആരില്ലാത്തവരെ ഇങ്ങനെ ചെയ്യാം. കളിയാക്കൂല, ഏറ്റവും ബെനിഫിറ്റ് അതാണ്. കളിയാക്കൂല, ഒന്നും പറയില്ല, ചീത്ത പറയൂല. കസ്റ്റമർ കെയർ അല്ലേ, അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യണ്ടേ. കസ്റ്റമേഴ്സിന് നമ്മള് ഒന്നും പറയാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ പറഞ്ഞ് അവരും കൂടി ഇംഗ്ലീഷ് പറയുമല്ലോ, അപ്പൊ നിങ്ങൾക്കും നല്ല കോമ്പറ്റേറ്റ് ചെയ്ത് പറയാൻ പറ്റും. കിളി പോയിരിക്കും, നമ്മളത് മൈൻഡ് ചെയ്യണം. നമ്മുടെ ആവശ്യം എന്താണ് ലക്ഷ്യമാർഗത്തെ എന്തോ പറയുമല്ലോ അല്ലെ? അതേപോലെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ലക്ഷ്യമാണ്. വീട്ടുകാർ നമ്മൾ ആരും കാണാണ്ട് കേൾക്കാണ്ടൊക്കെ വിളിച്ചാൽ മതി. ഓക്കെ, ചിലപ്പോ വീട്ടുകാർ കേൾക്കും, അവനെന്താണ് അവന്റെ മോൻ ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നൊക്കെ വിചാരിക്കൂടെ അവര്, കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഓക്കെ, അങ്ങനെയുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഷോ ഓഫ് ചെയ്യാനെന്നൊക്കെ വേണമെങ്കിൽ സംസാരിക്കണം. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇംഗ്ലീഷ് സംസാരിക്കണം. അതിനുവേണ്ടി നമ്മൾ പല മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ. നിങ്ങൾ പല വഴിക്കും ട്രൈ ചെയ്യൂ. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഒരു വഴിയില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട, പല വഴികളുണ്ട്. അതൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നെങ്കിൽ നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം അല്ലേ? നമ്മൾക്കും എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ, അങ്ങനെ സ്റ്റക്ക് ആവും, കിട്ടുന്നില്ല, നോസ് ആവും. ഓക്കെ, പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് നിങ്ങളത് പ്രിപ്പയർ ചെയ്യാം. ഇന്ന കാര്യങ്ങൾ ഇന്നത് പോലത്തെ പറയണം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും, ഈ വീട്ടിലൊക്കെ സംസാരിക്കും എന്നൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വിളിക്കാം അവരെ. എന്നിട്ട് നിങ്ങൾ ഒന്ന് സംസാരിച്ച് വെക്കേ. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിക്കോട്ടെ, പിന്നെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് സംസാരിക്കും. പേടി മാറും. ആ പേടി മാറിയതിനാ നിങ്ങൾക്ക് ഒരുവിധം ഞങ്ങൾ സംസാരിക്കാൻ പറ്റും. പേടി മാറുമ്പോ നമുക്ക് നമ്മുടെ ബ്രെയിനില് വേർഡ്സ് വരും. ബ്ലാങ്ക് അല്ലല്ലോ, പേടി വരുമ്പോൾ ഫുൾ ബ്ലാങ്ക് ഔട്ട് ആയിരുന്നു. ടെൻഷൻ ഫ്രീ ആണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒരുപാട് ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ വാക്കുകൾ വരും. നമുക്ക് പോലും അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾ. ഓക്കെ, ഇനിയിപ്പോ ക്ലാസ് കഴിയുമ്പോൾ ട്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്നോട് പറയോ, എല്ലാവരും എക്സ്പീരിയൻസ് പറയോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ഇനി നെക്സ്റ്റ് അടുത്ത എക്സ്പ്രഷൻ ഏതാ? സപ്പോസ്ഡ് ടു. സപ്പോസ്ഡ് ടു, സപ്പോസ്ഡ്, SUPPOSED, സപ്പോസ്ഡ് ടു. ഉദ്ദേശിക്കുന്നത് എന്നാ ഒരു മീനിങ് വരും. ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. ക്വസ്റ്റ്യൻ വേർഡിന്റെ സഹായത്തോടെയാണ് നമ്മൾ ചോദിക്കുക. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ട് ആർ യു സപ്പോസ് ടു ഹിയർ? What are you supposed to hear? What are you supposed to hear? ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാം. What are you supposed to hear? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ supposed to ന്റെ മീനിങ് വരാം. ഇനിയിപ്പോ when is how are they supposed to conduct it? How are they supposed to conduct it? അവിടെ എന്താണത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി എന്താണ്, എങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? കണ്ടക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഇതിലാണ്. അപ്പൊ ഇവിടെ ചോദിക്കുമ്പോ what are you supposed to hear എന്ന് പറയുമ്പോ ഇവിടെ വന്നിരിക്കുന്ന എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുണ്ട്, സെന്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കിയിട്ടുണ്ട്. യു ആർ എന്ന് പറയുമ്പോ
ഇവിടെ are you ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ are you interested എന്നൊക്കെ ചോദിക്കില്ല. നമ്മൾ ഇൻട്രസ്റ്റഡ് ഉണ്ടോ, ഇൻട്രസ്റ്റഡ് ആണോ, are you. അപ്പൊ what are you supposed to hear? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. ദീക്ഷിത you are എന്നുള്ളതാണ് ദീക്ഷിത. അതുപോലെ how are they supposed to conduct it? how are they എന്നിട്ട് auxiliary ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, വിശേഷണം സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ്, then auxiliary, then subject, then supposed to, then verb. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതുവരെ നമുക്ക് ഇത്രയും മതി, ഇന്നത്തേക്ക് ഇത്ര മതി. ഓക്കെ, അപ്പൊ ഈ ഇത്രയും എക്സ്പ്രഷൻസ് വെച്ചിട്ട് മാക്സിമം നിങ്ങൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഒരു പേജ് ബ്ലാങ്ക് ഔട്ട് ആയിട്ട് വിട്ടിട്ട് അതിൽ നിങ്ങൾ ഫില്ല് ചെയ്യാൻ നോക്കുക. നിങ്ങളുടേതായ നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത എക്സാമ്പിൾസ് എഴുതി വെക്കുക. ഓക്കെ, എക്സ്പ്രഷൻസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത എക്സാമ്പിൾസ് എല്ലാം എഴുതി വെക്കാൻ നോക്കുക. പ്രാക്ടീസ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് എന്നോട് എക്സ്പീരിയൻസ് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ വരും പറയണം. ഓക്കെ, ക്ലാസ് ഒക്കെ ക്ലിയർ ആണോ? പറയൂ, ക്ലിയർ ആണോ? ക്ലാസ് ഒക്കെ ക്ലിയർ ആണ്? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? മനസ്സിലാവുന്നുണ്ട്? ഇൻട്രസ്റ്റിംഗ് ആണോ? ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? നോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു all. Thank you so much. Thank you, ma'am. Thank you, ma'am.